അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന 99 പേരുകൾ. ഈ 99 പേരുകളിൽ വെച്ച് ഒരു പേരാണ് അൽ വാസിഅ് എന്ന ഇസ്മ. സഅത്ത് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം അതിവിശാലൻ എന്നാണ്. രണ്ട് കാര്യങ്ങളിൽ വിശാലതയുണ്ടാകും. ഒന്ന് ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ. അള്ളാഹുവിൻ്റെ അറിവ് അങ്ങേയറ്റം വിശാലവും വിസ്തൃതവുമാണ്. സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായി ഉപയോഗിക്കുകയും ലോകത്തുള്ള സർവ്വ വൃക്ഷങ്ങളും പേനകളാക്കുകയും ചെയ്തു. അങ്ങനെ ആ പേനകളെ കൊണ്ട് സമുദ്രമാകുന്ന മഷിയിൽ മുക്കി എഴുതിയാൽ മഷി വറ്റിപ്പോവുകയും പേനകൾ ഒടിഞ്ഞു പോവുകയും ചെയ്യുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ ജ്ഞാനം തീരുകയില്ല. രണ്ട് ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യവും ഏറെ വിശാലമാണ്. നിരുപാധികനായ വിശാലൻ അവൻ മാത്രമേ ഉള്ളൂ. കാരണം വളരെ വ്യാപകവും അതിവിശാലവുമായ തോതിൽ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജ്ഞാനം വർദ്ധിക്കാൻ ശ്രമിക്കുക, ദാനം പതിവാക്കുക, സൽസ്വഭാവം പ്രകടിപ്പിക്കുക. കാരണം ഈ മൂന്ന് കാര്യങ്ങൾ വർദ്ധിപ്പിക്കൽ മുഖേനയാണ് ദാസന്മാർക്ക് വിശാലത ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അഗാധമായ ജ്ഞാനവും മഹത്തായ ഔദാര്യവും ലഭിക്കാൻ ഈ നാമം പതിവായി ചൊല്ലുക. ഒരു 100 എണ്ണം ഇത് ഒരു ദിവസം ചെല്ലാൻ 3 മിനിറ്റ് മതിയാകും. പക്ഷേ അത് സ്ഥിരമായിട്ട് ചെല്ലുന്നവന് സമ്പത്ത് വർധനവും ഭക്ഷണത്തിൽ വിശാലതയും വിജ്ഞാനത്തിൽ അങ്ങേ അറ്റത്തെ പാണ്ഡിത്യവും ലഭിക്കാൻ നിരന്തരമായി ഇത് മുടക്കാതെ ഒരാൾ ചൊല്ലിയാൽ അത് സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിശാലമായ ജ്ഞാനത്തിൻ്റെ ഉടമയാണ്. അതിൻ്റെ ശാഖകളാണ് അടിമകൾക്ക് കിട്ടുന്നത്. പക്ഷേ അതെത്ര ആണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധ്യമല്ല. ഈ 99 പേരുകൾക്കും 99 വിശേഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാമം പതിവായിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അവരുടെ ഭക്ഷണത്തിൽ വിശാലതയും അങ്ങേ അറ്റത്തെ ജ്ഞാനവും സമ്പത്തിൽ വർധനവും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ ചിലപ്പോൾ നമുക്ക് നിസാരമായി തോന്നാം. പക്ഷേ അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് അറിയണമെങ്കിൽ അത് ചെയ്തു നോക്കുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും കേൾക്കുന്നവർ ഈ നാമം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനൽ വാസിഅ് എന്ന് ചേർത്ത് ചൊല്ലണം. കാരണം ഇതിൽ 3 ഇസ്മാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്തായ തൗഹീദിൻ്റെ വചനം. മറ്റൊന്ന് സുബ്ഹാന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധനാക്കുകയും അള്ളാഹുവിനെ ഏകനാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ 3 ദിക്റും കൊണ്ട് അടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദപ്രയോഗം കൊണ്ട് നമ്മളൊരു ഇസ്മ ചൊല്ലിയാൽ തീർച്ചയായിട്ടും എത്രയോ ഇരട്ടിക്കണക്കിന് പ്രതിഫലമാണെന്ന് അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ ഇതിൽ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനൽ വാസിഅ് എന്ന് ദിവസം ഒരു 100 എണ്ണം ചെല്ലുക. അതോടുകൂടി ചെല്ലുമ്പോഴാണ് നമുക്കിതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രതിഫലം ലഭിക്കുന്നത്. അതുപോലെ ദിക്ർ ചെല്ലുന്നതിന് ചില നിയമവശങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് അവന് ശുദ്ധി ഉണ്ടാകുക. ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒതു ഉണ്ടാകണമെന്നാണ് അതിൻ്റെ സാരം. രണ്ടാമത് കിബിലയ്ക്ക് നേരെ ഇരിക്കുക. 3 മനസ്സാന്നിധ്യം ഉണ്ടാകുക. നമ്മളൊരു ദിക്ർ ചെല്ലുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ആ ഇസ്മിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം. അങ്ങനെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പ്രതിഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് അറിവുകൾ ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ
നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ വിരൽത്തുമ്പ് മാത്രമാണ്. കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെട്ടാൽ അവരിൽപ്പെട്ട ആരെങ്കിലും ഇത് ഏറ്റെടുത്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും കൂടി ലഭിക്കുന്നതാണ്. അത് ചെയ്യുന്നവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും കിട്ടുന്ന അറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.